KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ ഇൻട്രോ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം എല്ലാവിധ മെറ്റീരിയൽസിനുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട എല്ലാ ഇമേജുകളും ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 6 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കാൾ മീ DJ എന്ന ഒരു ബീറ്റ് സിങ്ക് ഗ്രാഫിക്സ് ആണ് ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ KineMasterൽ ലഭ്യമാകുന്നതല്ല. അതുകൊണ്ട് തന്നെ KineMaster മിനിമൈസ് ചെയ്യാം. ബീറ്റ് സിങ്ക് ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റ് സിങ്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ താഴെയായി ഈ കാണുന്നതെല്ലാം വിവിധതരം എഫക്റ്റുകളും ഗ്രാഫിക്സുകളുമാണ്. കാൾ മീ DJ എന്ന ഈ ഗ്രാഫിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഗ്രാഫിക്സ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി KineMaster ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഗ്രാഫിക്സ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് KineMasterലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും കാൾ മീ DJ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള 6 ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ഇവയിൽ നിന്നും ഓരോ ഇമേജിലേക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഏതൊരു ഗ്രാഫിക്സ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ഈ ഗ്രാഫിക്സ് തന്നെ സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ ഇമേജ് ലെയറുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് ക്ലിപ്പ് ഗ്രാഫിക്സിലെ കാൾ മീ DJയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സുകൾ നൽകുക. ഇവിടെ എല്ലാ ഇമേജുകൾക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. കർസർ ആദ്യത്തെ ഇമേജ് ലെയറിന്റെ ബിഗിനിങ്ങിലായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. കർസർ ആദ്യത്തെ ഇമേജ് ലെയറിന്റെ ബിഗിനിങ്ങിലായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബർത്ത്ഡേ വിഷസ് ലെറ്ററിംഗ് ഇമേജ് ഓപ്പൺ ചെയ്യുക. ഈ ഇമേജ് ഇവിടെ നിന്നും സ്ക്രീനിന് താഴെയായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ മൊത്തം ഇമേജ് ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്താം. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Thank you.